മരണത്തിന് ശേഷം എന്ത് എന്ന് മരിച്ചാലല്ലാതെ നമുക്കത് പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പൊ ഏറ്റവും പുതുതായി ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, മരിക്കുന്നതോടുകൂടെ മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലക്കുന്നില്ല. പുതിയ കണ്ടെത്തലാണ്. മരിക്കുന്നതോടുകൂടെ മരിക്കുന്ന അതേ സെക്കൻഡിൽ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലക്കുന്നില്ല. പിന്നെയും കുറച്ച് സമയം മസ്തിഷ്കം പ്രവർത്തിക്കുന്നു. അപ്പൊ കുറച്ച് സമയം കണ്ടെത്തിയിട്ടുള്ളൂ, സെക്കൻഡുകൾ തീരെ നിലക്കുന്നില്ല എന്നാണ് ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ വലു പറഞ്ഞ തെറ്റ. കാരണം അവർ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് പലതും കണ്ടെത്തുന്നത്. മുത്തനബി പറയുന്നത് തെറ്റൂല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് ഈ ബ്രെയിനും ശരീരവും അവയവവും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബിന്റെ ഹബീബ അത് പറയുന്നത് സ്വന്തം പറയല്ല, അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അത് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം പറയുന്നതാണ്. അതുകൊണ്ട് തെറ്റൂല്ല. എന്ത് റസൂലുള്ള പറഞ്ഞാലും തെറ്റൂല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം മുഴുവൻ അതിനെതിര് പറഞ്ഞു നോക്കുക, എന്നാലും ഒരു മുഅ്മിൻ റസൂലുള്ള പറഞ്ഞെടുത്താ നിൽക്കുക. ഇതിനാണ് ഈമാൻ എന്ന് പറയാം. അതിനാണ് ഈമാൻ എന്ന് പറയാൻ. അഡ്ജസ്റ്റ്മെന്റ് ദീനല്ല ഇത്. അന്ന് പറഞ്ഞത് അന്നത്തെ കാലത്ത് ഇപ്പൊ ഒക്കെ പറ്റുമോന്ന് ചോദിക്കണ ദീനല്ല ഇത്. അതല്ല ഈമാൻ, അതല്ല വിശ്വാസം, അതല്ല യഥാർത്ഥമായ ഈമാൻ. അതല്ല ലോകം മുഴുവൻ റസൂലുള്ള പറഞ്ഞതിനെതിരായി നോക്കുക. അള്ളാന്റെ ഹബീബ് പറയുന്നത് ഞാൻ അക്ഷരം പ്രതി വിശ്വസിക്കുന്നു എന്ന് പറയുന്നവനാണ് മുഅ്മിൻ. ലോകം മുഴുവൻ ആ വിശ്വാസിയെ പൊട്ടനെന്ന് വിളിച്ചാലും അയാൾ പറയും, ആയിക്കോട്ടെ ഞാൻ പൊട്ടനായാലും ഞാൻ മുത്തുനബിയെ വിശ്വസിക്കുന്നു എന്നാ പറയാം. എന്റെ പേരാണ് ഈമാൻ. അള്ളാഹു ഈമാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതായത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്, മരണത്തോടുകൂടെ ഉടനെ തന്നെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലക്കുന്നില്ല എന്നാണ്. തീരെ നിലക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഖബറിലെ ചോദ്യം പ്രസക്തമായത്. മരിച്ചാ പിന്നെ കേൾക്കൂല അറിയില്ല എന്നൊക്കെ പറഞ്ഞ ഈ ഖബറിലെ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ്? അതിന് പിന്നെ ഒരു പ്രസക്തിയില്ലല്ലോ. മർ റബ്ബു, കേൾക്കാത്ത തിരിയാത്ത മനസ്സിലാത്ത ഒരു പൊട്ടനോട് മർ റബ്ബു, ആരടാ എന്റെ റബ്ബ് എന്ന് ചോദിക്കണില്ല. എന്താ അർത്ഥം? നിരർത്ഥകല്ലേ അത്. മച്ച കേൾക്കൂല എന്നല്ലേ പറയണ്ടേ? കേൾക്കുമെന്ന് തന്നെയാണ്. കണ്ണിനൊക്കെ മൂർച്ച കൂടാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. റഹ്മുർറഹീമീനായ അല്ലാഹ്, റബ്ബനാ ഞങ്ങളെ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അപ്പം നന്നായി സ്വലാത്ത് ചെല്ലണം. മഹാനായ മാനുതങ്ങൾ അവർ സമാപന ദുആക്ക് നേതൃത്വം നൽകാൻ വരും. അപ്പോഴേക്ക് ഈ സദസ്സ് സ്വലാത്ത് കൊണ്ട് നിറഞ്ഞ സദസ്സാവണം. ആ സദസ്സെന്ന് പിന്നെ ചോദിച്ചാൽ അല്ലാഹു തരും. ആത്മാർത്ഥമായി സദസ്സിൽ വന്നിരിക്കുന്നവരാണോ റബ്ബ് തരും. ആത്മാർത്ഥമായി സദസ്സിൽ വന്നിരുന്ന് പടച്ചോനെ എന്നെ നന്നാക്കണേ എന്ന് ഖൽബിൽ റബ്ബിനോട് മനമുരുകി പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണോ ഈ സദസ്സ് കഴിഞ്ഞോടുകൂടെ അവന് നന്നാവനെന്ന് തോന്നുന്നു. നമ്മളാ ബോധമില്ലാതെ മൗലിയാർ എന്താ പറയണ നോക്കട്ടെ. അയാൾ ഇംഗ്ലീഷ് തിരിയോ മൂപ്പര് ഉറുദു പാട്ടൊക്കെ പാടണോന്ന് ചോദിക്കുക. അത് നോക്കാൻ വന്നതാണെങ്കിൽ ചിലപ്പോൾ നിരാശരാവും. ചിലപ്പോ ഉണ്ടായിന്ന് വരും, ചിലപ്പോ ഉണ്ടായില്ല എന്ന് വരും. പക്ഷെ അവിടെ നമുക്കൊരു കാര്യം ഉണ്ടാവും. മൂല്യാർ കുറെ തിരിയുന്ന ആളാണ്, തിരിയാത്ത ആളാണ് വിലയിരുത്തിയതുകൊണ്ട് നമുക്ക് എന്താ കാര്യം? ആത്മാർത്ഥമായി ഒരു സെക്കൻഡ് മതി ഒരാൾ തന്നാൻ. ഒരുപാട് സമയമൊന്നും വേണ്ട. അതാ ഒരു സെക്കൻഡ് റബ്ബ് തിരഞ്ഞെടുക്കുന്ന സെക്കൻഡാണ്. അത് റബ്ബിനോട് മനമുരുകി പറഞ്ഞാൽ അല്ലാഹു തരും. അത് എത്ര വലിയ തമ്മാടിയാണെങ്കിലും ഓരോ കൊല്ലും പിന്നെയും തെറ്റ് ചെയ്ത് മോശമായ ആള് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഓരോ കൊല്ലവും റജബ് വരുമ്പോ, ശഅബാൻ വരുമ്പോ, പരിശുദ്ധമായ റമദാൻ വരുമ്പോ രാജാതിരാജനായ അല്ലാഹു തന്റെ റഹ്മത്തിന്റെ കവാടം അല്ലാഹു തുറന്നു വെക്കുകയാണ് പാപികൾക്ക് മുമ്പിൽ നന്നാവാനായി. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കേണ്ടതും അങ്ങനെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ എന്തിനാ ഈ നല്ല മനുഷ്യന്മാരെ സ്നേഹിക്കുന്നത്? പഠിച്ചോനെ ആ സ്നേഹം കൊണ്ട് ഞങ്ങളെ അവരെ പോലെ ആക്കിത്തരണേ എന്ന് പറയാനാണ്.
അങ്ങനെയാണ്. അതിലൊരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഉറൂസിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ജീവിത സമൂഹത്തിൽ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാന്മാർ ഒക്കെ തലമുറകൾക്ക് പകർന്നു കൊടുക്കണമെന്നത് ഖുർആന്റെ ആഹ്വാനമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസ് ഉണ്ടായത്. സൂറത്ത് യൂനുസ് അധ്യായത്തിന്റെ പേരാണ്. 114 അധ്യായങ്ങളിൽ ചില അധ്യായങ്ങൾക്ക് അല്ലാഹു പേരിട്ടിരിക്കുന്നത് ചരിത്രത്തിൽ മൺമറഞ്ഞു പോയ മഹാന്മാരുടെ പേരാണ്. സൂറത്തു യൂനുസ് പ്രവാചകനല്ല, സ്വാത്വികനായ ഒരു സ്വാത്വികനായ ഒരു മുഅ്മിനായ ലോകം മുഴുവൻ മാതൃകയാക്കേണ്ട ഒരു മഹാപുരുഷനാണ് യൂനുസ് അലൈഹിസ്സലാം. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. യൂനുസ് നബിയുടെ പേരിൽ ഒരു അധ്യായമുണ്ട്. യൂനുസ് പ്രവാചകനാണ്. സൂറത്തുൽ ലുഖ്മാൻ ഒരു അധ്യായത്തിന്റെ പേരാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം പ്രവാചകനല്ല എന്ന പ്രബലാഭിപ്രായം. പിന്നെ ഒരു സ്വാത്വികനായ സ്വാലിഹായ ഒരു മനുഷ്യനാണ്. യൂനുസ് അലൈഹിസ്സലാം പ്രവാചകനാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം പ്രവാചകനല്ല എന്ന അഭിപ്രായം. അപ്പൊ അല്ലാഹു തആല ആ സ്വാത്വികനായ മനുഷ്യൻ ചരിത്രത്തിൽ മറക്കപ്പെടരുത്. റബ്ബിന്റെ താല്പര്യമാണത്. അയാൾ ചരിത്രത്തിൽ പകർന്നു കൊടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞ പോരെ, സൂറത്തു മറിയം അധ്യായമുണ്ട്. സൂറത്തു മറിയം അലൈഹിസ്സലാമിന്റെ പേരിലാണ് അധ്യായമുള്ളത്. ഒരു സ്ത്രീയും പ്രവാചകനായി വന്നിട്ടില്ല എന്ന് ഏകാഭിപ്രായമല്ലേ? സ്വാത്വികയായ സ്വാലിഹത്തായ ഒരു പെണ്ണിനെ അല്ലാഹു ലോകത്തിന് പകർന്നു കൊടുക്കുക. പ്രപഞ്ചനാഥനായ അല്ലാഹു മനുഷ്യരിൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഈമാൻ ഉണ്ടാക്കിയത് കഴിഞ്ഞുപോയ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാന്മാരെയും മഹദിമാരെയും പകർന്നു കൊടുത്തുകൊണ്ടാണ്. എന്ന് പറയാൻ പറ്റുമോ? ഉറൂസുകളുടെ ലക്ഷ്യം അതല്ലേ? ഉറൂസുകളുടെ ലക്ഷ്യം തന്നെ എല്ലാവരും കൂടി പോയിട്ട് മക്ബറമ്പിൽ പോയി ആരാ പറഞ്ഞേ? വെറുതെ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അതൊക്കെ പകർത്തിയിട്ട് ഇതാണ് അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രചരിപ്പിക്കുന്നവരോട് പറയാൻ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നന്മ അത് പകർന്നു കൊടുക്കപ്പെടുകയാണ്. അപ്പൊ ജനങ്ങൾക്കൊരു പ്രേരണ ഉണ്ടാകും അവരെ പോലെയായി തീരാൻ, അവരെ പോലെയായി മാറാൻ ഒരു ആഗ്രഹം. ആ മഹാന്മാർ ജീവിച്ച പോലെ ജീവിക്കണേ എന്ന താല്പര്യം ഉണ്ടാവും. ആ നന്മ നിന്നുപോയ സംഭവിക്കാൻ നമ്മുടെ കൺമുമ്പിൽ ജീവിച്ച ഒരാളെ കണ്ട വാപ്പ മോനെ പറഞ്ഞു കൊടുത്താൽ അത് മകനിൽ വലിയ സ്വാധീനം ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മക്കൾ കൺമുമ്പിൽ കാണുന്നതാണ് അവർ പകർച്ച. എന്താ കാണുന്നത്? സ്ഥാനാർത്ഥി ഇങ്ങനെ ജയിച്ചിട്ട് ആരവം മുഴക്കി പോകുമ്പോ പെണ്ണ് നടുറൂട്ടിൽ ചുംബിക്കുന്നത് കണ്ടാൽ തലമുറയിലേക്ക് അത് പകർന്നു പോകും. നമ്മൾ പഠിക്കേണ്ട വലിയ വിഷയമാണത്. ഗൗരവത്തിൽ കാണേണ്ടതാണ്, നിസ്സാരമായി കാണേണ്ടതല്ലേ അത്. സമൂഹത്തിൽ ജീവിച്ചുപോയ നല്ലവരെയാണ് സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടത്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിലൂടെയാണ് ഈമാൻ തലമുറകളിൽ ഉണ്ടാവുക. ഉറൂസുകളുടെ പരമപ്രധാനമായ ഒരു ലക്ഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, സ്വാത്വികനായ ഒരു മനുഷ്യൻ ജീവിച്ചു പോയ നാട്. ആ മനുഷ്യനെ സമൂഹകാലങ്ങൾ ആ മനുഷ്യനെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്ന ഈ ഉറൂസ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.